ബന്ദികളുടെ മോചനത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പുതിയ നീക്കത്തിൽ പ്രതീക്ഷയുള്ളതായി വൈറ്റ് ഹൌസിൽ ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകൾക്ക് ശേഷം നെതന്യാഹു അറിയിച്ചു. ഗാസ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പുതിയ ബന്ദി മോചന പദ്ധതി തയ്യാറായതായി അറിയിച്ചത്. പദ്ധതി നടപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗാസയുടെ നിയന്ത്രണത്തിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നത് ലക്ഷ്യമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഓവൽ ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Agony. I speak to the families. I spoke to them yesterday. Spoke to another one when I was in Hungary before I came here. I speak to them every day. They're in agony. The hostages are in agony, and we want to get them all out. Steve Witkoff, President Trump's very able representative, helped us get a deal that got 25 out. We're working now on another deal that we hope will succeed, and we're committed to getting all the hostages out, but also eliminating the evil tyranny of Hamas in Gaza. ഗാസ യുദ്ധം വൈകാതെ അവസാനിക്കുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസ കടലോര വിശ്രമ കേന്ദ്രമാക്കുമെന്ന അമേരിക്കൻ നിലപാടിന് അനുകൂലമായാണ് നെതന്യാഹുവിന്റെ തീരുമാനവും. ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്നത് അവിടുത്തെ ജനങ്ങളുടെ പൂർണ്ണമായ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. Enabling the people of Gaza to freely make a choice to go wherever they want. I mean, they should have that choice. And the president put forward a vision, a bold vision, which we discussed as well, including the countries that might be amenable and are amenable to accepting Palestinians of their free choice if they choose to go there. And I think that's the second thing that we discussed. ഇറാൻ ആണവ നിരായുധീകരണത്തിന്റെ ഭാഗമായുള്ള അമേരിക്കൻ നീക്കങ്ങളെയും ബെഞ്ചമിൻ നെതന്യാഹു പിന്തുണച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.